നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബിസിനസ് തിരക്കുകൾക്കിടയില് പാവൻ രാജീവിന് ദിയമോളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാനും ലാളിക്കാനും പറ്റുന്നില്ല. ദിയമോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വരാറുണ്ട്. അത് രാജീവിനൊപ്പം ചെലവഴിക്കാനല്ല, വന്ദനെ കാണാനാ. വന്ദനെ കാണുമ്പോ കളിയും കാര്യം പറച്ചിലും തുള്ളിച്ചാട്ടവും പൊട്ടിച്ചിരിയും ഒക്കെയായി ദിയമോൾക്ക് പുതിയൊരു ജീവിതം കിട്ടുകയാ. വന്ദനയ്ക്കും അത് തന്നെയാ. മോളെ കാണുമ്പോ 100 നാവാ. അവര് തമ്മിൽ ചേരുമ്പോ അമ്മയും മകളും ആണെന്നേ എനിക്ക് തോന്നാറുള്ളൂ. അത്രയ്ക്ക് ചേർച്ചയാ. ഇതിലും കൂടുതൽ മുഖവരിയൊന്നും വേണമെന്നില്ലല്ലോ. വന്ന കാര്യം പറയാം. ഞാൻ അമ്മയില്ലാത്ത എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി വന്ദനയെ പെണ്ണ് ചോദിക്കാൻ വന്നതാ. രണ്ടാം കെട്ടുകാരനായ രാജീവിനെ സ്വീകരിക്കാൻ വന്ദനയ്ക്ക് സമ്മതമാണെങ്കിൽ ആലോചിക്കാം. ഞാൻ നിർബന്ധിക്കുകയാണെന്ന് ആരും വിചാരിക്കരുത്. ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്താ? മാഡം, വന്ദനയുടെ അച്ഛനും സഹോദരങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വിവരം അറിയിക്കാം. ആ മതി, ധാരാളം മതി. തിരക്കില്ല. എന്നാ വൈകുന്നില്ല, ഞങ്ങൾ പോന്നു. വീട് വരെ വന്നതല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാ സർ. അതൊക്കെ പിന്നെ ഒരിക്കലാവാ. അച്ഛാ, എനിക്ക് വന്ദനന്റെ വീട്ടിലേക്ക് കേറണം. മോളെ, ഇന്നിനി നിന്റെ ഒരു നിർബന്ധത്തിനും ഞാൻ വഴങ്ങില്ല. പിന്നൊരിക്കൽ വരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി. ഹായ് അച്ഛമ്മ. അച്ഛമ്മേ. മോളെ, അല്ല, അമ്മ എന്താ ഇവിടെ? ഞാൻ ഇവരെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും വന്നതാ. വിശദമായി വീട്ടിൽ ചെന്ന് പറയാം. പോകാം. ഒരു മിനിറ്റ്. ശരി. ഒരു ചായ കുടിച്ചിട്ട് പോകാം. ഇപ്പൊ വേണ്ട അമ്മ, പിന്നൊരിക്കലാവട്ടെ. തിരക്കുണ്ട്, പോണം. മോനെ, നമുക്ക് പോവാം. പോവാം. പോട്ടെ. മോളെ, മോളെ മോളെ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.